ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സീന സോമൈ റെസിപ്പീസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ചിക്കനും ചീസൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടമാവും. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതേപോലെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മടക്കിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. ഇതിന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ചോപ്പറിലിട്ടാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് ഇതിലിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിക്കണമെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ചോപ്പർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ലോണം അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, അതേപോലെ തന്നെ പാനിലേക്ക് ഇട്ടിട്ടുള്ളതാണ്. ഇതിന് കുക്കാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് മാറി വരും. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഫ്ലെയിമും നല്ലോണം കുറച്ച് വെക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറ് ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിലിന് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതിലെടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതേപോലെ ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്ത് ചെയ്യാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ വഴറ്റിയെടുത്ത് ചിക്കൻ നല്ലോണം കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ചിക്കൻ നല്ലോണം കളറ് മാറി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 സവാള നല്ലോണം ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം പൊടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാളയും നല്ലോണം വഴന്ന് വരുന്നത് വരെ ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതേപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇനി നമ്മൾ 1 തക്കാളി കുരു കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും അതേപോലെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് അടച്ചു വെച്ച് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം മുഴുവനായിട്ടും വറ്റി വരണം. അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കൊരു ഡോ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നല്ലോണം അതിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്.
പഞ്ചസാര അലിയുന്ന വരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ശേഷം അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നല്ലോണം കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ റെഡിയാക്കി എടുക്കാം. നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും മസാല വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ചൂട് തണയാനായിട്ട് വെക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് പരത്തിയെടുക്കണം. ഇത് ജസ്റ്റ് ഒന്നുകൂടെ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ ബോൾസ് ആക്കി എടുത്ത് പരത്തിയെടുക്കുകയാണ്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. തിരിച്ചും മറിച്ചുവിട്ട് നല്ലോണം ഒന്ന് പൊള്ളിച്ചെടുക്കുക. പത്തിരി പരത്തുമ്പം കുറച്ചൊരു കട്ടിയിൽ പരത്തുക. നമ്മളത് കുറച്ചൊന്ന് തിന്നായി പോയിട്ടുണ്ട്. അപ്പം പത്തിരി റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ മസാല നല്ലോണം ചൂടൊക്കെ തണിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു മൗൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പത്തിരി വെച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഒരു പത്തിരി വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പരത്തി വെച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ മേലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയായിട്ട് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതിനി സെയിം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാണ്. നമ്മുടെ ഫില്ലിങ് തീർന്ന വരെ ഇതന്നെ നമുക്ക് ചെയ്യാം. പത്തിരി വെക്കുക, അതിൻ്റെ മേലെ മസാല വെക്കുക, അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക, ചീസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റിലത്തെ ലെയറാണ്. അതിൽ പത്തിരി വെച്ച് നല്ലോണം മസാല ഇട്ടതിന് ശേഷം മല്ലിയിലയും കുറച്ചധികം ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചീസ് നല്ലോണം ഒന്ന് മെൽട്ടായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ശേഷം അടച്ച് വെച്ച് നല്ലോണം ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അധിക ടൈമൊന്നും എടുക്കില്ല. ഒരു ചീസ് മെൽട്ടാവുന്ന ഒരു ചെറിയ ടൈം മാത്രം എടുക്കുള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂട് തന്നതിന് ശേഷം കട്ട് ചെയ്യാണ്. അപ്പം ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും ഞങ്ങളെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും.